ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്, ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു. കൊടുത്ത കഴിവുണ്ട്, ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതത്തിൽ നിന്ന് അഥവാ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയ മതമായ സമസ്ത അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു തന്ന ജീവിത വ്യവസ്ഥയിൽ നിന്ന് തെറ്റിച്ച് പുരോഹിത മനുഷ്യ നിർമ്മിതമായ വ്യവസ്ഥയിലേക്ക്, ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാൻ പലപ്പോഴും സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്ന ഒരു വാദമാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് മരിച്ച ആളുകൾ സഹായിക്കും, അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് മരണപ്പെട്ട പോയ ആളുകളാണ് ലോകത്തിന്റെ മുഴുവൻ കൈകാര്യകർത്തം, അവരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലേക്കും ഉറൂസ് ഉത്സവങ്ങളിലേക്കും മാല മൗലൂദുകളിലേക്കും റാത്തീബുകളിലേക്കും ആളുകളെ ക്ഷണിക്കുകയും ഇത്തരം വിറുതുകളൊക്കെ അവരെ കൊണ്ട് പാടിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ പറ്റും. അതിന് പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത കഴിവാണ് മുഅ്ജിസത്ത് കറാമത്ത് എന്നുള്ളത്, ആ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ചോദിക്കുന്നത് തന്നെ എന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ പല മുഖാമുഖങ്ങളിൽ അവർ പറയുന്ന ഭാഗങ്ങൾ ആദ്യം നിങ്ങളൊന്ന് കാണുക. വലിയനെ പറ്റിയാണ്. ഈ ഭാഷ അറിയാത്ത ഇയാൾക്ക് എങ്ങനെ ഉത്തരം നൽകാൻ പറ്റും? അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് കൊടുക്കും. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അവൻ നൽകുക തന്നെ ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന എന്റെ വലിയ കേൾക്കുന്ന കാത് ഞാനാകും. അവൻ കേൾക്കുന്ന കാത് ഞാനാകും. അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അപ്പൊ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹു നൽകുന്ന ആ ശക്തി കൊണ്ട് അറിയാനും കേൾക്കാനും ഔലിയാക്കൾക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ, തിരുഹദീസുകൾ അടിസ്ഥാനത്തിൽ ഈ കാര്യം നമുക്ക് തെര്യപ്പെടുത്താനും കഴിയും. മനുഷ്യനിർമ്മിത മതമായ കാന്തപുരത്തിന്റെ മതത്തിലെ ഒരു പുരോഹിതന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. മരിച്ചുപോയ ആളുകൾക്ക് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു, ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം പറയുന്നുള്ളത് മരിച്ചുപോയ ആളുകൾ എവിടെ വെച്ചും ഏത് ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു വിളിച്ചാലും അതിന് അർഹതപ്പെട്ട ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാനുള്ള കഴിവൊക്കെ അള്ളാഹു കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന വാദം, ഇവർക്കാണ് ലോകത്തിന്റെ മുഴുവൻ കൈകാര്യകർത്തം. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ബാത്റൂമിൽ നിന്ന് വീണ് കാല് പൊളിഞ്ഞ് കടത്തത്തിലായി മരണപ്പെട്ടു പോയ സിഎം അടവൂരാണ് ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാദം. മനുഷ്യനിർമ്മിത മതമായതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പുരോഹിതന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള വാദമാണ്. കാരണം അള്ളാഹുവിന്റെ മതമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട്, പാരമ്പര്യത്തെ പിൻപറ്റിക്കൊണ്ട് പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി ജൂതന്മാർ പുതിയ മതമുണ്ടാക്കിയതുപോലെ, ക്രിസ്ത്യാനികൾ പുതിയ മതം ഉണ്ടാക്കിയതുപോലെ സൂഫി ഷീകൾ പുതിയ മതമുണ്ടാക്കുക. അതിന്റെ വാക്താക്കളാണ് ഈ ബറേൽവികളായിട്ടുള്ള ഈ സൂഫികൾ. ഈ സമസ്ത കാന്തപുരം വിഭാഗവും മറ്റേ സമസ്തയും സമാനമാണ്. ഇത് കാന്തപുരത്തിന്റെ വാദം കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. സിയും വലിയുള്ള പേരിലാണ് മഷ്ഹൂർ. പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ഇതിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അള്ളാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ മൂപ്പര് പറയുന്നത് മരിച്ചുപോയ ഔലിയാക്കൾ അവരുടെ അർവാഹുകളെയാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന്, കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന വാദം. ഇനി പേരോട് അബ്ദുറഹ്മാന്റെ 2025 അപ്ഡേറ്റ് ആയ പുതിയ തൗഹീദ് പ്രകാരം മൂപ്പരുടെ ഈ പുരോഹിതന്മാർക്ക് പ്രമാണമില്ലാത്തത് കൊണ്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഉണ്ടാവും. പുതിയ മത ആശയങ്ങൾ ഇങ്ങനെ വന്നുണ്ടാവും, വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. പേരോട് അബ്ദുറഹ്മാന്റെ പുതിയ വാദം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദ്യാർത്ഥികാരുടെ ആശയം. എന്നാൽ ആ വിദ്യാർത്ഥികാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീക്കത്തുക അവർ പലപ്പോഴും ചോദിക്കും, അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുക. എന്ത് കൊടുത്ത കഴിവ്? അങ്ങനൊരു കഴിവില്ല. കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുക. എന്ത് കൊടുത്ത കഴിവ്? അങ്ങനൊരു കഴിവില്ല.
എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ലാന്ന് ആര് പേരോട് അബ്ദുറഹ്മാന്റെ പുതിയൊരു വാദപ്രകാരം അപ്ഡേറ്റ് തൗഹീദ് 2025 പ്രകാരം പറയുന്നത്. ഈ അവസ്ഥയിൽ നോക്കുമ്പോൾ കാന്തപുരം ഇസ്ലാമിൽ നിന്ന് പുറത്ത്, അലവി ഇസ്ലാമിൽ നിന്ന് പുറത്ത്, ഫാറൂഖ് നഈമി ഇസ്ലാമിൽ നിന്ന് പുറത്ത്, ആര് പേരോടിന്റെ വാദപ്രകാരം കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ അവർക്കൊരു കഴിവില്ല. അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ട് കാര്യമില്ലാന്ന്, അവിടെ ഉറൂസ് ഉത്സവങ്ങൾ കഴിച്ചിട്ട് കാര്യമില്ല, അവർ കൊടുത്ത കഴിവിൽ നിങ്ങളെ സഹായിക്കില്ല, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വിശ്വാസവും ചൂഷണം ചെയ്യുകയാണ്. മാലകള്, മൗലൂദുകള്, റാത്തിബുകള്, മരിച്ച മയ്യത്തുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ അള്ളാഹുവിലേക്ക് ശുപാർശക്കാരാവും. അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്, ഔലിയാക്കന്മാരാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ അവർ കേൾക്കും, കാണും, അറിയും. അള്ളാഹുവിൽ നിന്ന് ശുപാർശ ചെയ്തു തരാനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയതായി മനുഷ്യ നിർമ്മിത മതം ഉണ്ടാക്കിയിട്ടില്ലേ? അത് അടിസ്ഥാനമില്ല അതിനെ. പ്രിയമുള്ളവരെ, പ്രമാണങ്ങളിലേക്ക് മടങ്ങും. അള്ളാഹു മതി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതാണ് ഇസ്ലാം. അതിലേക്കാണ് ജനങ്ങൾ മടങ്ങേണ്ടത്. നിങ്ങളെ ആളുകൾ വഹാബി എന്ന് വിളിച്ചോട്ടെ, സലഫി എന്ന് വിളിച്ചോട്ടെ, മുജാഹിദ് എന്ന് വിളിച്ചോട്ടെ, കാര്യമാക്കണ്ട. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ആ മാതൃകയിൽ, ആ ജീവിത വ്യവസ്ഥയിൽ, ആ ഇസ്ലാമിൽ ഒതുങ്ങിക്കൊണ്ടണം. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സത്യത്തിലായി നിലനിൽക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.